സിനിമയിലും സീരിയലിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനാണ് മണിക്കുട്ടൻ. ബിഗ് ബോസ് മലയാളം സീസൺ 3യിലേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ വിന്നർ അദ്ദേഹം തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ മണിക്കുട്ടന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുമുണ്ട്. സിനിമയിലും സീരിയലിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മണിക്കുട്ടൻ കായംകുളം കൊച്ചുണ്ണി എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത്. അതിനുശേഷവും അദ്ദേഹം ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2020 പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായി എത്തുകയും ചെയ്ത മരക്കാർ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ഹണി റോസ് നായികയായി എത്തിയ ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെയായിരുന്നു മണിക്കുട്ടൻ ആദ്യം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത്. 1986 മാർച്ചിലാണ് മണിക്കുട്ടൻ ജനിച്ചത്. അദ്ദേഹത്തിന് 38 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ യുവനടന്മാരിൽ ഏറെ ശ്രദ്ധേയനായ മണിക്കുട്ടൻ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടും ആരാധകർ പലപ്പോഴായിട്ടും എത്താറുണ്ട്. പല അഭ്യൂഹങ്ങളിലും അദ്ദേഹം അകപ്പെടാറുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്ന എല്ലാവർക്കും അറിയേണ്ടത് മണിക്കുട്ടന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. 38 വയസ്സായതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് ആരാധകരും ഏറെ പ്രതീക്ഷിച്ചത്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഉടൻ വിവാഹമുണ്ടാകുമെന്നും ആരാധകർ കരുതിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 3യിൽ വെച്ച് മണിക്കുട്ടനെ ഏറെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരും ബിഗ് ബോസ് വീടിനകത്തുള്ളവർ തന്നെയുണ്ടായിരുന്നു. അങ്ങനെയുള്ള മണിക്കുട്ടൻ പുറത്തു വന്നാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ തേടി ഒരുപാട് പെൺകുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ടാകുമെന്നും ആരാധകർ പറഞ്ഞിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം അങ്ങനെ സിനിമയിൽ പോലും പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു. ആരാധകരുടെ ചോദ്യം ഇരട്ടിക്കുന്നത് മനസ്സിലാക്കിയ മണിക്കുട്ടൻ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ മറുപടിയും നൽകിയിരുന്നു. മണിക്കുട്ടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരിക്കലൊരു പ്രണയമുണ്ടായിരുന്നു, എന്നാൽ ആ പ്രണയം മുന്നോട്ടു പോകില്ല എന്ന് മനസ്സിലായി. വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ആലോചനകൾ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇതുവരെയും ഒന്നും റെഡി ആയിട്ടില്ല. എല്ലാം വന്നു ചേരേണ്ട സമയത്ത് തന്നെ വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. സങ്കല്പങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഒരു നടി തന്നെ ആവണമെന്ന ആഗ്രഹവുമില്ല. എന്നാൽ സ്വന്തം കരിയറിലുള്ള ഒരാളാണെങ്കിൽ അത്രയും സന്തോഷം എന്നും കൂടെ മണിക്കുട്ടൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്തൊക്കെയായാലും വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് മണിക്കുട്ടൻ പറഞ്ഞത്. അതിൽ ഏറെ പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും. അദ്ദേഹത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്നും ആരാധകർ തിരക്കുകയാണ്. വീട്ടിൽ കല്യാണ ആലോചനകളൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹം ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു.